നമസ്കാരം. ആർക്കിടെക്ട് ശ്യാം, റിപ്പയർ കൊച്ചിയിൽ നിന്നും. തികച്ചും വ്യത്യസ്തമായ ഒരു റിനോവേഷൻ പ്രോജക്റ്റിനെ കുറിച്ച് പറയാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. ശരിക്കും ചലഞ്ചിങ് ആയ ഒരു പ്രോജക്റ്റ്. ഓരോ റിനോവേഷൻ പ്രോജക്റ്റും കൃത്യമായ ആസൂത്രണത്തിലൂടെ അവൈലബിൾ റിസോഴ്സസ് കൃത്യമായ സ്ഥാനത്ത് ഉറപ്പിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ഈ വീട്ടിലും അത് തന്നെയാണ് ചെയ്തത്. കുറെ ഭാഗം കോൺക്രീറ്റ് സ്ട്രക്ചർ ആയിരുന്നു, കുറെ ഭാഗം ഓടിട്ടതായിരുന്നു, പിന്നെ കുറെ ഭാഗം ഷീറ്റ് റൂഫ് ഉള്ളതുമായിരുന്നു. കുറെ കുഞ്ഞു കുഞ്ഞു മുറികള്, പഴയ ഫാൾ സീലിംഗ് മെറ്റീരിയൽസ്, പഴയ ചാരുപടി, ഇതെല്ലാം നമ്മൾ റിസോഴ്സസ് ആയിട്ട് തന്നെയാണ് കണ്ടത്. ചെറിയ ബെഡ്റൂമുകളെ വലുതാക്കിയിട്ട് പഴയ ചെറിയ സ്വീകരണ മുറിയോട് ചേർത്ത് ഉപയോഗിക്കാതെ കിടന്ന സ്റ്റോർ റൂമിനെ അത് സ്വീകരണ മുറിയോട് തന്നെ കൂട്ടിച്ചേർത്തു. അപ്പൊ അവിടെ വിശാലമായൊരു ഡ്രോയിങ് റൂം ഉണ്ടായി. ഒരു കുഞ്ഞു ബെഡ്റൂമിനെ വിഭജിച്ചിട്ട്, മുമ്പ് ഒരു ചെറിയ ബെഡ്റൂം ആയിരുന്നു, അതിനകത്ത് നമ്മൾ 2 ടോയ്ലറ്റ് ഉണ്ടാക്കി. അപ്പോൾ 2 സൈഡിലുള്ള ബെഡ്റൂംസ് നമ്മൾ ആ ടോയ്ലറ്റ്സ് അറ്റാച്ച്ഡ് ആക്കി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ പഴയ അടുക്കളയോട് ഒരു വർക്ക് ഏരിയ ചേർത്തു. ശരിക്കും അവിടെ പഴയ ഒരു വർക്ക് ഏരിയ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്തിരി ബലക്കുറവ് ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ അവിടെ പുതിയത് തന്നെയാണ് എടുത്തത്. പഴയൊരു വർക്ക് ഏരിയ ചേർത്ത് നല്ല അടുക്കള ഉണ്ടാക്കി. ചെറിയ ഡൈനിങ് റൂം ആയിരുന്നു, അതിനൂടെ അവിടെ പഴയൊരു കോമൺ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു വിശാലമായ ഡൈനിങ് ഏരിയ ഉണ്ടാക്കി. മുന്നിലെ സിറ്റ് ഔട്ടിന്റെ ഒരു ഭാഗം അത് നമ്മൾ തുറന്നെടുത്തിട്ട് അവിടെ ഓപ്പൺനെസ് കൊണ്ടുവന്നു. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ചാരുപടിയുടെ, നേരത്തെ പഴയ സിറ്റ് ഔട്ടിന് 3 വശത്തും ചാരുപടി ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കത് 2 സൈഡിൽ, 2 അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 സൈഡാണ് നമ്മൾ ഓപ്പൺ ആക്കിയത്. അപ്പൊ ബാക്കി അത്രയും സ്ഥലത്തെ ചാരുപടി നമുക്ക് ബാലൻസ് വന്നു. അത് നമ്മളെടുത്ത് പുറകിലത്തെ സിറ്റ് ഔട്ടിന്റെ കൂടെ ചേർക്കുക ചെയ്തത്. പിന്നെ പഴയ ഫാൾ സീലിംഗ് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. സാധാരണ എല്ലാവരും പറയും ഈ പഴയ ഫാൾ സീലിംഗ് മെറ്റീരിയൽസ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ രണ്ടാമത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അത് നമ്മളെടുത്ത് വർക്ക് ഏരിയയിൽ യൂസ് ചെയ്യുകയും ചെയ്തത്. വർക്ക് ഏരിയയിൽ എന്താ പറഞ്ഞാൽ പഴയ ഷീറ്റ് റൂഫ് എല്ലാം തന്നെയാണ് ഉപയോഗിച്ചത്. ആ പഴയ ഷീറ്റ് റൂഫ് എല്ലാം ഉപയോഗിച്ച് വർക്ക് ഏരിയ രണ്ടാമത് എടുത്തപ്പോൾ അവിടേക്ക് ഈ ഫാൾ സീലിംഗ് മെറ്റീരിയൽസിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, റിനോവേറ്റ്, ഇത് തന്നെയാണ് റിപ്പയർ കൊച്ചിയുടെ കോർപ്പറേറ്റ് പർപ്പസ്. അവിടേക്ക് തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നീക്കാൻ പറ്റി. അങ്ങനെ പ്രകൃതി വിഭവങ്ങൾ ലാഭിക്കുന്നതിലും പ്രകൃതിയിലേക്ക് പഴയ കെട്ടിടം ഒരു മാലിന്യമായി മാറാതിരിക്കുന്നതിനും വീട്ടുകാർ ഇടവരുത്തി. അതിന്റെ ഒപ്പം ഞങ്ങളും പ്രകൃതി സംരക്ഷകരായി മാറി എന്നുള്ള സന്തോഷമുണ്ട്. ഇനി നമുക്ക് ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് കടക്കാം. സ്ട്രക്ചറൽ ചലഞ്ചസ് ഒരുപാടുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നവും. ഏതാണ്ട് 6 മീറ്ററോളം നീളത്തിൽ വരുന്ന ഒരു ജോയിന്റ് കോൺക്രീറ്റ് സ്ലാബിൽ ഉണ്ടായിരുന്നു. അതാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിലൊന്നുമല്ല, ഏകദേശം ഒരു സപ്പോർട്ടിന് മാറിയൊക്കെ നിൽക്കുന്നത്. അപ്പൊ അവിടെ തൂണിടാൻ പറ്റില്ല. നമ്മുടെ ഡിസൈൻ പ്രകാരം അത് ഡ്രോയിങ് റൂമിന്റെ ഏതാണ്ട് ഒരു നടുഭാഗം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും അവിടെ തൂണിടാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. അത് ഒരു ഡിസൈൻ എലമെന്റ് ആണ് നമ്മുടെ. അപ്പൊ അത് നമുക്ക് ഒരു തലത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. മുറികളെല്ലാം ഇച്ചിരി വലിപ്പം കൂടുതലാണ്. അപ്പൊ ഇത്തിരി വലിയ സ്പാൻ ഉണ്ട് റൂഫ് സ്ലാബുകൾക്ക്. അപ്പൊ നമുക്ക് പഴയ സ്ട്രക്ചറിന്റെ വോൾസിന്റെ മുകളിൽ അത് നിർത്തുക എന്ന് പറയുന്നത് റിസ്ക് ആണ്. അവിടെയാണ് ഞങ്ങളുടെ സ്ട്രക്ചറൽ എഞ്ചിനീയർ സിജി എന്ന് പറയുന്ന കുട്ടിയാണ്. അവര് അത് ലളിതമായിട്ട് നമുക്ക് പരിഹരിച്ചു തന്നു. പഴയ ഭിത്തികളും പുതിയ ഭിത്തികളും തമ്മിൽ ചേരണ സ്ഥലങ്ങളിൽ കെട്ടിടത്തിന് പുറകുവശത്തായിട്ട് കുറെ തൂണുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോങ് സ്പാൻ വരുന്ന ബീമുണ്ട്. അതിന് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചില സപ്പോർട്ട്സ് കാൻഡിലിവർ ആയിട്ട് തന്നെ കൊടുക്കേണ്ടി വന്നു. പിന്നെ പഴയ ഭിത്തികളുടെ മുകളിൽ നമ്മൾ ഒരു ബീം സിസ്റ്റം അത് പൂർണ്ണമായിട്ടും തന്നെ കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ ആ സ്ട്രക്ചറൽ കോംപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് അഡ്രസ് ചെയ്തത്. ഡൈനിങ് റൂം ഏകദേശം നടുക്ക് ഭാഗത്താണ് വന്നിരുന്നത്. അപ്പൊ അവിടെ സൈഡിൽ നിന്ന് ലൈറ്റ് വരണതിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ആ വെളിച്ചക്കുറവ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ പർഗോള കൊടുത്ത് അതിന്റെ മുകളിൽ ഗ്ലാസ് ഒക്കെ ഇട്ട്, ടഫൻ ഗ്ലാസ് തന്നെയാണ്, ടഫൻ ഗ്ലാസ് ഒക്കെ ഇട്ട് സുന്ദരമാക്കി മാറ്റി. പിന്നെ പഴയ കോൺക്രീറ്റ് സ്ലാബിനും പുതിയ സ്ലാബിനും തമ്മിൽ ജോയിന്റ്, അത് നമുക്കറിയാലോ, പഴയ കോൺക്രീറ്റും പുതിയ കോൺക്രീറ്റും തമ്മിൽ ചിലപ്പോൾ ജോയിന്റ് ആവില്ല. അപ്പൊ അത് ജോയിന്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ്, കമ്പി മുഴുവനും തമ്മിൽ വെൽഡ് ചെയ്ത് തന്നെ യോജിപ്പിക്കേണ്ടി വന്നു. അതുകൂടാതെ ഈ പഴയതും പുതിയതും തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ചില ബോണ്ടിങ് ഏജൻസ് എല്ലാം ഉണ്ട്, അതെല്ലാം യൂസ് ചെയ്യേണ്ടി വന്നു. മുറികളുടെ ഡോർ പൊസിഷനിങ് അത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ സിറ്റ് ഔട്ടിന്റെ സെന്ററിലായിരുന്നു മെയിൻ ഡോർ വന്നത്. അപ്പൊ സിറ്റ് ഔട്ടിന്റെ ഒരു സൈഡിലേക്കായിട്ട് മെയിൻ ഡോർ മാറി. സിറ്റ് ഔട്ടിന്റെ സൈഡിലേക്ക് മെയിൻ ഡോർ മാറി എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും നേരത്തെ ചാരുപടിയുടെ സീറ്റെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു പ്രത്യേക രീതിയിൽ സിറ്റ് ഔട്ടിന് പകുതി ഭാഗത്ത് ചാരുപടി വെച്ചിട്ടും ബാക്കി ഭാഗത്ത് എൽ ഷേപ്പില് വലിയ ലോങ് സ്റ്റെപ്സ് കൊടുത്ത് റെഡിയാക്കി എടുത്തത്. അപ്പൊ അത് ഒരു ഭംഗിയായി മാറി.
ചുരുക്കി പറഞ്ഞാൽ യൂട്ടിലിറ്റിക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ യൂട്ടിലിറ്റിക്ക് പ്രാധാന്യം കൊടുത്ത് ഡിസൈൻ ചെയ്ത് നടപ്പാക്കി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് സുന്ദരവും സമാധാനവും സന്തോഷവും നമുക്ക് പകർന്നു തരും. വലിയ വലിയ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ഇത്തരം ചെറിയ ചെറിയ കർമ്മങ്ങളാണ് നമ്മളുടെ ഗ്ലോബൽ വാർമിങ്ങിനും പിന്നെ മറ്റു ഒരുപാട് പ്രകൃതി പ്രശ്നങ്ങളുണ്ടല്ലോ അതിനെല്ലാം പരിഹാരമായിട്ട് വരുന്നത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഇത്തരം ചെറിയ ചെറിയ കർമ്മങ്ങളാണ്. ചിലപ്പോ 100 അല്ലെങ്കിൽ അതിൽ കൂടുതലും മരം തൈകൾ നട്ട് പിടിപ്പിക്കുന്നതിന് ഇക്വലന്റ് ആണ് ഒരു വലിയ മരം മുറിക്കാണ്ടിരിക്കുന്നത്. നമ്മള് അങ്ങനത്തെ കർമ്മങ്ങളിലേക്ക് പുതിയ ജനറേഷൻ നയിക്കാനും നമ്മുടെ ക്ലയൻസിനെയും നമ്മളെയും തന്നെ കൊണ്ടുപോകാനും വേണ്ടിയിട്ടാണ് റിപ്പയർ കൊച്ചി നിലനിൽക്കുന്നത്. ആർക്കിടെക്ട് ശ്യാമാണ്, റിപ്പയർ കൊച്ചിയിൽ നിന്നും. പഴയ വീടിന് പുതിയ മുഖം. നന്ദി.